ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച ചോദ്യം തന്നെയാണ്. ടുഡേ ആൻഡ് ടുമോറോസ് വേൾഡ് ഇസ് AI ഡ്രിവൻ. വാട്ട്സ് ദ പ്ലോട്ട് ഫ്രം നൗ? ഡസ് AI റിയലി ഹെൽപ്പ് മൂവീസ്? അനോണിമസ് ആണ്, ആളുടെ പേരില്ല. AI എന്താണ്? ഒരുപാട് സ്ട്രൈക്കുകളും റൈറ്റർ സ്ട്രൈക്കും ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ജോലി പോകുമെന്ന് ഞാൻ പേടിയോടുകൂടി AI ഡെവലപ്മെൻറ്റിനെ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച I think 5 or 6 days ago, Sam Altman, ChatGPTയുടെ ഫൗണ്ടർ, has announced a platform called Sora. I think so. Sora. So it's a text to video. അതായത് ടെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ അത് വീഡിയോ ജനറേറ്റ് ചെയ്യും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇന്ന ആക്ടേഴ്സിനെ വെച്ച് ചെയ്ത് ഇത് ചെയ്യാൻ probably the computing just needs to get more powerful. We have already cracked the technology for it. Only the computing part just needs to get more powerful. So we can't move ahead without embracing technology. Technology is always running ahead of us. It's about embracing it and putting it to our advantage. Last 1.5 years I ChatGPT ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, which has helped me in my writing, for brainstorming, for idea generation. I have been using ChatGPT as a tool in part of my script writing process. അതുപോലെ തന്നെ ഇപ്പം AI also now will trigger debates about its ethical usage. അതിൻ്റെ സ്പെക്ട്രത്തിലോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ലൈക്ക് എനി ടെക്നോളജി, സൈബർ ക്രൈംസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് AI ഡ്രിവൺ ടൂളുകളാണ്. പക്ഷേ അതിനെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോറി ടെല്ലേഴ്സ്, ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റോറി ടെല്ലേഴ്സ്, എല്ലാ ക്രിയേറ്റേഴ്സിനും AI will be a big boon if we use it in a big way. So I feel it is about embracing it and how do we rather than നമ്മൾ ആ ടെക്നോളജിയെ മാസ്റ്റർ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്, rather than ഇതിനെ എതിർക്കുന്നതിന് പകരം. കൃഷ്ണൻ അല്ലെങ്കിൽ കിഷൻ എന്ന് പറയുന്ന ഒരാളെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല. കൃഷ്ണൻ എന്ന് പറയുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം കാരാഗ്രഹത്തിനാണ് ജനിച്ചു വീണത്. അദ്ദേഹത്തിനെ ജനിച്ച് വീണപ്പോൾ തന്നെ അദ്ദേഹത്തിനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു മിറക്കിൾ സംഭവിക്കുന്നു. ഇതെല്ലാം തുറക്കുന്നു, പെരുമഴയാണ്. ഇദ്ദേഹം ഒരു വലിയ നദിയിലൂടെ നീന്തി ഇദ്ദേഹം മറ്റൊരു സ്ഥലത്തെത്തി. ഈ പറഞ്ഞ ഒരു ഗോക്കളുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോകുല പോലെ ഒരു സ്ഥലത്തെത്തി. അവിടുന്ന് ബേബിയെ ഷിഫ്റ്റ് ചെയ്യുന്നു. ജനിച്ച് വീണ് വളരുന്നത് മുതൽ ഇയാൾക്ക് കൊട്ടേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇയാളെ കൊല്ലാനായിട്ട് ആൾക്കാരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അൺബിലീവബിൾ ചൈൽഡ്ഹുഡാണ് ഇദ്ദേഹത്തിന്. അതിൻ്റെ ഇടയിൽ ആറ്റിൽ ചാടി അവിടുത്തെ പാമ്പിനെ കൊല്ലുന്നു. ഇങ്ങനെയുള്ള കഥകൾ സാധാരണഗതിയിൽ നമുക്ക് ചിത്രീകരിക്കാനൊന്നും പറ്റില്ല, വലിയ പാടാണ്. AI പോലെയുള്ള സാധനങ്ങൾ വന്നാൽ, പ്രത്യേകിച്ചും മലയാളിയുടെയോ ഭാരതീയമായ കഥകൾ പറയാനോ നമുക്ക് അതിഭീകരമായ ടെക്നോളജി സപ്പോർട്ട് ആവശ്യമുള്ള ഒരു കാലമാണ്. നമ്മൾ അത്രയും ഇമാജിനേറ്റീവാണ്. വായ്ക്കകത്തൊരു പിടി മണ്ണ് വാരിയിട്ടിട്ട് അതിൻ്റെ അകത്ത് പ്രപഞ്ചം കണ്ടു എന്നൊക്കെയാണ് പറയുന്ന അമ്മമാർ. അത് കണ്ടിട്ട് തലകറങ്ങി വീണു. ഇതൊരു ഷോട്ടിൽ എടുക്കാൻ പറഞ്ഞാൽ വലിയ പാടായിരിക്കും. ഇതിപ്പം രാഹുൽ പറഞ്ഞതുപോലെ ഇത് അടിച്ചു കൊടുത്താൽ മതിയല്ലോ. വാ തുറക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സ് കണ്ടു. അതേസമയം നമുക്കിതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ പറ്റും. 2 അമ്പ് ഇങ്ങനെ സ്ക്രീനിൽ വന്നിട്ട് അത് തൊടുമ്പോൾ മത്താപ്പ് പൊട്ടിച്ചു തരുന്ന പോലെയുള്ള ഗ്രാഫിക്സ് കാണുകയും വേണ്ട. അതുകൊണ്ട് ടെക്നോളജി വളരട്ടെ. കാരണം നമ്മളുടെ തലയ്ക്കകത്തിരിക്കുന്ന ഇമാജിനേഷൻ ഇതിൻ്റെയൊക്കെ 10 മടങ്ങ് വളർന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ മാൻ വുമൺ ഇറാനിയൻ പടങ്ങളല്ല ചെയ്യുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വലിയ കല്ല് മലയ്ക്ക് മുകളിലേക്ക് ഉരുട്ടിയിട്ട് അവിടെ നിന്ന് താഴോട്ട് വീഴുക. ഇങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പാടാണ് യഥാർത്ഥത്തിൽ.